എന്ത് പൊട്ടിത്തെറിയായിരിക്കും CPI യോഗത്തിന് ശേഷം ഉണ്ടാവുക എന്നതാണ് ഏവരും ഉറ്റുനോക്കിയത്. തൽക്കാലം പൊട്ടിത്തെറിയൊന്നുമില്ല. പക്ഷേ ബിനോയ് വിശ്വം അദ്ദേഹത്തിനാകാവുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്കാകാവുന്ന നിലയ്ക്ക് തങ്ങളുടെ എതിർപ്പ് പറയുമ്പോഴും ഒരു മയപ്പെട്ട ഭാഷയാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വിചിത്രമായ ചില വാദങ്ങൾ, ഇടതുപക്ഷത്തിന്റെ നയം മുഴുവൻ നടപ്പാക്കാനാവില്ല സർക്കാരിന് എന്നതുൾപ്പെടെ ബോധ്യപ്പെടുത്താനാകാത്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും CPIയെ ബോധ്യപ്പെടുത്താനാവാത്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും CPM ഉന്നയിക്കുന്നത്. എങ്ങോട്ടാണ് ഈ തർക്കം ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ശ്രീജ, ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് CPIയുടേതായ കടുത്ത തീരുമാനങ്ങളൊക്കെ വരും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം തീരുമാനങ്ങളൊന്നുമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും ഇടതുമുന്നണിക്ക് ഒരു കത്ത് നൽകുകയാണ്. ഇടതുമുന്നണി കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് മന്ത്രിസഭയിൽ 2 തവണ ഈ വിഷയം വന്നു. ആ 2 തവണയും ഇത് നയപരമായ തീരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഇടതുമുന്നണിയിലും അത്തരം ഒരു തീരുമാനം ചർച്ച ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് ഏകപക്ഷീയമായി ഇത്തരം തീരുമാനമെടുത്തത്. അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇത് ഇടതുമുന്നണിയുടെ രീതിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 27-ാം തീയതി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ വെച്ച് ചേരുന്നുണ്ട്. ആ എക്സിക്യൂട്ടീവിന് ശേഷം ഇപ്പോൾ നൽകിയ കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോഴും ചില ഓപ്ഷനുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രധാനമായും എതിർക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടോ അതിനെ താൻ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു പരോക്ഷമായ സൂചന കൂടി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. CPIയുടെ എതിർപ്പ് അതിശക്തമായി തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ NEP നടപ്പാക്കില്ല എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, CPMന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എവിടെയും ഈ ഒപ്പിട്ട കരാർ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. അത്തരം ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് ഒന്നാണ്, ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറയുന്നത്, ഞങ്ങളുമായി ചർച്ച നടത്തിയില്ല എന്നുള്ളതാണ്. ഈ ഒപ്പിട്ടതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചർച്ച നടത്തിയില്ല എന്നാണ്. മറ്റൊരു പരോക്ഷമായ വിമർശനം കൂടി ബിനോയ് വിശ്വം ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇതിൽ രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF ഇത്രകാലവും ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം BJPയും CPMും തമ്മിൽ അവിഹിതമായ ചില ബന്ധങ്ങളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികളിലേക്ക് പോകുന്നത് എന്നാണ്. അതിനെ സഹായിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനെ സംശയിക്കത്തക്ക രീതിയിലേക്ക് അദ്ദേഹം ചില വാചകങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കരാറിൽ ഒപ്പിട്ടപ്പോൾ ആദ്യം പിന്തുണച്ചത് BJPയാണ്, പിന്നീട് പിന്തുണച്ചത് ABVP ആണ്. ഈ BJPയും ABVPയും ഒക്കെ നമ്മുടെ ഏതെങ്കിലും നിലപാടിനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അത് സംശയത്തോടു കൂടി നോക്കണം. അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം പറഞ്ഞത് EMS ആണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ എടുക്കുന്ന തീരുമാനത്തിനെ ഇത്തരം ശക്തികൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ചില സംശയങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പരോക്ഷമായി. എന്നാൽ അങ്ങനെ പറഞ്ഞോ, നേരിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല. പക്ഷേ അത്തരം ചില സംശയങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ കൂടിയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് CPI എന്തായാലും പോകില്ല എന്നത് വ്യക്തമാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് NEP നടപ്പാക്കുക എന്നത് NEP അതോടൊപ്പം തന്നെ CPIയുടെയും CPMന്റെയും ദേശീയ നയത്തിന് വിരുദ്ധമാണ് എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. NEP എന്നത് RSSന്റെ വർഗീയ നയമാണ്. അത് വിദ്യാർത്ഥികളിലേക്ക് ക്യാച്ച് ദ യങ് എന്ന ഹിറ്റ്ലറിന്റെ വാചകം അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളെലേക്ക് സ്വാധീനിക്കുക, അവർ വഴി RSSന്റെ വർഗീയ അജണ്ട നടപ്പാക്കുക. ഇതിനെതിരെ പോരാടേണ്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കടമയാണ്. പക്ഷേ ആ കടമയിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോകരുത് എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒരു പൊട്ടിത്തെറി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. CPMന്റെ ഭാഗത്തു നിന്ന് 3 പേരാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. MV ഗോവിന്ദന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഈ ഫണ്ട് വാങ്ങിയെടുക്കണം, എങ്ങനെയാണോ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ CPM തീരുമാനമെടുത്തത്, മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ നേരിടുകയല്ല വേണ്ടത്, അവരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന നയം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞ മറുപടി ചർച്ചയും ഫണ്ട് വാങ്ങലും ഒരേപോലെ തുടരും എന്നുള്ളതാണ്. രണ്ടും രണ്ടായ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ്. ഇക്കാര്യത്തിലും അത്തരം ഒരു നയസമീപനമാണ് CPM എടുക്കുന്നത് വ്യക്തമാക്കുന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടേത്. ഈ പണം വിട്ടുകൊടുക്കാനാവില്ല, കേരളത്തെ പലതരത്തിൽ ഞെരുക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പണം കേരളത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കണം, അതിനുവേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നു. മന്ത്രി V ശിവൻകുട്ടി ഒരു പടി കൂടി കടന്ന് NEPയെ പരോക്ഷമായി ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. NEP എതിർക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും ഒരു നയം പൂർണ്ണമായും എതിർക്കാനൊന്നും കഴിയില്ല, ചില നയങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടി വരും എന്നുള്ള മട്ടിലുള്ള പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. TP രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം CPIക്ക് അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങൾ
ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കരാർ ഒപ്പിട്ട ശേഷം ഇനിയും ചർച്ച ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടിയില്ലാതെ നേരത്തെയുമൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ചയിലൂടെയാണല്ലോ വിഷയങ്ങൾ പരിഹരിക്കുന്നത് എന്നുള്ള മട്ടിലുള്ള ഒഴുക്കൻ മറുപടിയായിരുന്നു. പക്ഷേ എവിടെയും ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്നോ അല്ലെങ്കിൽ CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ വഴിയുണ്ടോ എന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, പക്ഷേ PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിടും, അതുമായി മുന്നോട്ട് പോകും എന്നാണ് ഉള്ള ഒരു നിലപാടാണ് CPMന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ച 3 പേരും, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും മുന്നണി കൺവീനർ TP രാമകൃഷ്ണനായാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാലും സ്വീകരിച്ചത്. CPIയുടെ ഭാഗത്തു നിന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ശരി, R കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ പ്രതിഷേധം തങ്ങളാലാവും വിധം തങ്ങൾക്കാവുന്ന ഭാഷയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് CPI എന്നു മാത്രം. നാണക്കേട് സഹിച്ച് LDF-ൽ തുടരണോ എന്ന് CPI തീരുമാനിക്കണമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ലെ, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അതോ അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവര് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്, CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDF-ൽ തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാ. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിഹാസം കലർന്ന വിമർശനമായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റേത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വിനിഞ്ഞാന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി പറഞ്ഞു CPIക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും. ഇന്നലെ വൈകിട്ട് ഒപ്പിട്ടിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് CPI എന്നാണ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ സഖാവ് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം കണ്ടില്ല എന്നായി. CPIയുടെ ആശയവിനിമയ സംവിധാനത്തിൽ നിന്നോ സാരമായ കേടുപാടുണ്ടായിട്ടുണ്ട്. സഖാവ് MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സഖാവ് ബിനോയ് അത് കണ്ടില്ല എന്ന് പറയും. ഇടതുമുന്നണി ഘടകകക്ഷിയായ RJD-യും പരസ്യമായി എതിർപ്പ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ഇടതു സർക്കാർ കീഴടങ്ങരുതെന്നും RJD നേതാവ് വർഗീസ് ജോർജ് പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനൊപ്പം എന്ന് ജോസ് കെ മാണി MP. പദ്ധതി ഒപ്പിടാതെ എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ചോദ്യം. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് പറയില്ല, കേരളത്തിനും അതിന് റോളുണ്ട്, എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് തോൽപ്പിക്കാൻ കേരളത്തിനാവുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കറന്റ് ലിസ്റ്റിലുള്ള പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല, ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല. കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓരോ സ്കീം വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും, അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ